നമസ്കാരം. ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ സാർ, പ്രൊഫഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, പ്രിയപ്പെട്ട പ്രൊഫഷണൽ കോൺഗ്രസ് അംഗങ്ങളെ, 1970 മുതൽ ഉമ്മൻചാണ്ടി സാറിന്റെ കൈകളിൽ ഭദ്രമായിരുന്ന അദ്ദേഹത്തിന്റെ കാലശേഷവും നമ്മുടെ പ്രിയങ്കരനായ ചാണ്ടി ഉമ്മൻ സാറിന്റെ കൈകളിൽ ഭദ്രമായിരിക്കുമെന്ന് ഉറപ്പുള്ള ഈ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ വെച്ച് തന്നെ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് അധികാരത്തിലേറിയാൽ കേരളത്തിൽ നടപ്പാക്കുന്ന ഉറപ്പ് നൽകിയിരിക്കുന്ന അഞ്ചംഗ പദ്ധതികളെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സമയം വളരെ വൈകി തന്നെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. തന്റെ തിരക്ക് പിടിച്ച പ്രചാരണ പരിപാടികൾക്കിടയിലും പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ഈ സംവാദത്തിലേക്ക് എത്തിച്ചേരാൻ സമയം കണ്ടെത്തിയ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ പുതുപ്പള്ളിയുടെ സ്വന്തം ചാണ്ടി ഉമ്മൻ സാറിനെ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ യോഗത്തിന്റെ മുഖ്യ പ്രഭാഷകൻ എൻഗേജിംഗ് മൈൻഡ്സ് ഇൻസ്പയറിംഗ് ചേഞ്ചസ് എന്ന ഈ വിഷയത്തിൽ സംവാദം നടത്താനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ രഞ്ജിത്ത് ബാലൻ സാർ, കഴിഞ്ഞ 2 വർഷമായി പ്രൊഫഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി മുന്നിൽ നിന്ന് നയിക്കുന്ന അദ്ദേഹം കഴിഞ്ഞ UDF ഭരണകാലത്ത് തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ ഡയറക്ടർ എന്ന നിലയിൽ 5 വർഷം പ്രവർത്തിച്ചു. KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചെയർമാൻ കൂടിയായ അദ്ദേഹം ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനി CEO ആയി പ്രവർത്തിക്കുന്നു. തന്റെ തിരക്കുകൾക്കിടയിൽ നമ്മളോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ രഞ്ജിത്ത് ബാലൻ സാറിനെ ഇവിടെ കുറിക്കുന്ന ഏവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. AIPCയുടെ കോട്ടയം ചാപ്റ്ററിന്റെ പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റ ശ്രീ രവീഷ് സതീഷ് നമ്മളോടൊപ്പമുണ്ട്. സ്ഥാനമേറ്റ ഉടനെ തന്നെ കോട്ടയം ചാപ്റ്ററിന്റെ യോഗം വിളിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കാൻ യത്നിക്കുകയും ചെയ്യുന്ന നമ്മുടെ കോൺഗ്രസിനെ കുറിച്ചും നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുള്ള ശ്രീ രവീഷ് സതീഷിനെ ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന ഈ കോൺഗ്രസ് സംഘടനയെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിനായി നമ്മുടെ ഇടയിൽ ഒരു രാഷ്ട്രീയ അവബോധം വളർത്തിയെടുക്കാൻ സംഘടന വഹിക്കുന്ന പങ്കിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ മാത്യു കെ തോമസിനെ ഏവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സമ്മേളനത്തിന് ഔദ്യോഗികമായി നന്ദി പ്രകാശിപ്പിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കോട്ടയം ജില്ലാ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ സെക്രട്ടറി മഹേഷ് A. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നമസ്കാരം. നമ്മളോട് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ഇന്നത്തെ മുഖ്യാതിഥി പ്രിയങ്കരനായ ശ്രീ രഞ്ജിത്ത് ബാലൻ, സ്റ്റേറ്റ് പ്രസിഡന്റ് AIPC, പ്രിയപ്പെട്ട രവീഷ് സതീഷ്, ഡിസ്ട്രിക്ട് പ്രസിഡന്റ് AIPC, പ്രിയപ്പെട്ട മാത്യു വർഗീസ്, ശ്രീ അജിൻ മാത്യു ഐ, ശ്രീമതി നീതു ജോസ്, ശ്രീ മഹേഷ് AS, പ്രിയപ്പെട്ട ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഞാനൊരു നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല. എനിക്ക് ഉച്ച തൊട്ട് അത്ര സുഖമില്ലാതിരിക്കുകയാണ്. ഇനിയും എനിക്ക് 3 കൺവെൻഷൻ പോകേണ്ടതുണ്ട്. പിന്നെ എന്റെ നോമിനേഷൻ ഞാൻ കൊടുത്തെങ്കിലും നീ ഒന്നുകൂടെ റിവ്യൂ വേണം. നോമിനേഷനാണ് ഏറ്റവും പ്രധാനം. നോമിനേഷൻ സ്വീകരിച്ചില്ല പിന്നെ എല്ലാം പോയില്ലേ, ഡമ്മി പോലും ഇല്ലാത്ത സിറ്റുവേഷൻ. അതുകൊണ്ട് അതിനല്പം സമയം അതിന് കൊടുക്കണം എന്ന് കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസ് എന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ചില പ്രശ്നങ്ങൾ നോമിനേഷനിലുണ്ടായി. പ്രൊഫഷണൽ കോൺഗ്രസുകാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള, നിങ്ങൾ നല്ല പ്രൊഫഷണൽസിനെ എനിക്ക് തരണം. മൈൻഡ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നവർ. കഴിഞ്ഞ വർഷം നോമിനേഷൻ വർഷം, ഈ വർഷം കൂടെ പ്രശ്നമായാൽ പ്രശ്നമല്ലേ? അതുകൊണ്ട് നല്ല പ്രൊഫഷണൽസിനെ കൂടി തരണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഇതെല്ലാം ചെയ്തു അവസാനം നോമിനേഷൻ അക്സെപ്റ്റ് ആയില്ലേ, പോയിട്ടില്ലേ? ഏതായാലും നിങ്ങളോടൊപ്പം ഇന്ന ദിവസം ആയിരിക്കാൻ സാധിച്ച അറിയാൻ സന്തോഷം. എൻഗേജിംഗ് മൈൻഡ്സ് ഇൻസ്പയറിംഗ് ചേഞ്ച്, അത് തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമുക്കൊരു ചേഞ്ച് അനിവാര്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നീട്ടിക്കൊണ്ട് പോകാനാവത്തില്ല. നമ്മുടെ പിള്ളേരെല്ലാം വിദേശത്തേക്ക് പോവാ. ഇവിടെ അവസരമുണ്ട്, പക്ഷെ നമ്മളൊന്നും വളരാൻ സമ്മതിക്കുന്നില്ല. എന്ന് വെച്ചാൽ വലിയ ഒരു ദുരന്തമായിരിക്കും നമ്മുടെ നാടിനെ കാത്തിരിക്കുന്നു. ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ ആൾക്കാരുടെ വെൽത്തും കൂടെ ഡ്രെയിനാണ്. അവിടെ ഉണ്ടാക്കുന്ന കാശ് പണ്ട് ഗൾഫിലായിരുന്നപ്പോൾ തിരിച്ചു വരുന്നു.
പക്ഷെ ഗൾഫിൽ പോലല്ല അമേരിക്ക, ഗൾഫിനെ പോലല്ല ഓസ്ട്രേലിയ, ഗൾഫിനെ പോലല്ല ന്യൂസിലാൻഡും ഓസ്ട്രേലിയാസും, അതുപോലെ തന്നെ ഏത് പസഫിക് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യം പോയാലും ബ്രെയിൻ ഡ്രെയിനോടൊപ്പം വെൽത്ത് ഡ്രെയിൻ കൂടിയാണ്. ഇവിടെ ഉണ്ടാകുന്ന സ്വത്ത് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഇങ്ങോട്ട് അയക്കേണ്ട സ്വത്ത് കൂടി അയക്കുന്നില്ല. അപ്പൊ നമുക്ക് വലിയ ഒരു നഷ്ടം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാവുകയാണ്. നമ്മുടെ ചെറുപ്പക്കാരെ നഷ്ടപ്പെടുന്നു, നമ്മുടെ വീടുകൾ അനാഥമാവുന്നു, നമ്മുടെ വീടുകൾ ആരോരുമില്ലാത്തവരായി മാറുന്നു. അതുകൊണ്ട് നമുക്ക് അനിവാര്യമായി വരുന്നത് നമ്മുടെ നാടിന് ഇതേപോലുള്ള നല്ല ചെറുപ്പക്കാരെ, ഇപ്പം ഫോർ എക്സാമ്പിൾ തോമസ് കുര്യൻ ഈ നാട്ടിൽ നിന്ന് പോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നമുക്കൊരു നഷ്ടമാണ്, മറ്റൊരു ലോകത്തിന് നേട്ടമാണെങ്കിലും നമുക്ക് നഷ്ടമാണ്. കാരണം അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പോയി വലിയ ഒരു ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥനായി മാറിയിരിക്കും. ഉദ്യോഗസ്ഥരല്ല, ഒരു വ്യവസായിയായി മാറിയിരിക്കും. മാസം അല്ലെങ്കിൽ 5,000 കോടി 10,000 കോടി ശമ്പളം മേടിക്കുന്ന, അല്ലെ ആ ലെവലിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇവരെ ഉപയോഗിക്കാമല്ലേ? നമ്മുടെ നാട്ടിൽ ഇവരെ ഉപയോഗിച്ച് വെൽത്ത് ക്രിയേഷൻ നടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടുകാരൻ മറ്റൊരു രാജ്യത്ത് പോയി അവിടുത്തെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല ആന്ധ്രാപ്രദേശിന്, ഇന്ത്യക്ക് വേണ്ടിയാണ് കൊണ്ടുവന്ന് പറയാം, പക്ഷെ ആന്ധ്രാപ്രദേശിന് 1,45,000 പരം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുവാൻ ഈ ചെറുപ്പക്കാരന് സാധിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷെ കേരളത്തിന് എന്ത് കിട്ടി? ഒരു മലയാളിയാണ്, നമ്മുടെ നാട്ടുകാരനാണ്, നമ്മുടെ പാമ്പാടിക്കാരനാണ്. കോട്ടയത്തിന് എന്ത് കിട്ടി? കേരളത്തിന് എന്ത് കിട്ടി? പുതുപ്പള്ളിക്ക് എന്ത് കിട്ടി? അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സർവ്വ സമ്പത്തും പോവുകയാണ്. ആൾക്കാരാണ് ഏറ്റവും വലിയ സമ്പത്ത്, വേറൊരു സമ്പത്തില്ല. ആൾക്കാർ പോയി കഴിഞ്ഞാൽ എല്ലാം തീർന്നു. അതുകൊണ്ട് നമുക്കിനി ചേഞ്ച് അനിവാര്യമാണ്. അത് യങ് മൈൻഡ്സ് തന്നെ ആ ചേഞ്ച് കൊണ്ടുവരുവാൻ കാരണമാകണം എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് ഒറ്റക്കെട്ടായി നമ്മുടെ നാട്ടിൽ മാറ്റം കൊണ്ടുവരുവാൻ ശ്രമിക്കാം, നമ്മുടെ നാടിനെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് നയിക്കാം. തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിന് ഈ കാര്യത്തിൽ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് വളരെ ഷോർട്ടായിട്ട് എന്റെ സ്പീച്ച് വെക്കുകയാണ്. ഞാൻ ആരോഗ്യസ്ഥിതി ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. താങ്ക് യു ഫോർ ഓർഗനൈസിംഗ് സച്ച് എ ബ്യൂട്ടിഫുൾ ഇവന്റ് ഇൻ പുതുപ്പള്ളി. കഴിഞ്ഞ പ്രാവശ്യത്തെ ആവേശം പുതുപ്പള്ളിയിൽ ഇലക്ഷൻ ഇല്ല എന്ന് എല്ലാവരും പറയുന്നു. ഞാൻ ഇച്ചിരി ആവേശം കുറച്ചു വെച്ചിരിക്കുകയാണ്. ആവേശം കൂടിയാലും കുഴപ്പമാണ്. ആവേശം കൂടിയാൽ ഇപ്പം നമ്മൾ പോസ്റ്ററും ഫ്ലെക്സും വെച്ചു. ഞാൻ ഒന്ന് ഫൈനാൻഷ്യൽ ആസ്പെക്ട് ഉണ്ട്, രണ്ട് നമ്മുടെ ചെലവിന്റെ ആസ്പെക്റ്റും ഉണ്ട്. ഇപ്പം പുതിയ പോളിസി അനുസരിച്ച് പബ്ലിക് പ്രോപ്പർട്ടിയിൽ കൊണ്ട് ഫ്ലെക്സ് വെച്ചാൽ, പോസ്റ്റർ വെച്ചാൽ അതിന്റെ പെനാൽറ്റി 4-3 ഇരട്ടിയാണ്. നമ്മുടെ ചെലവിലോട്ട് ആഡ് ചെയ്യാൻ. അപ്പൊ എന്നോട് സ്നേഹമുള്ളത് ചിലപ്പോൾ വേണം എനിക്ക് വേണ്ടി ഫ്ലെക്സ് അടിച്ചെന്ന് വരും. ഇപ്പൊ സംഭവിച്ചോണ്ടാ ഞാൻ പറയുന്നത്. ഞാൻ പോസ്റ്റർ ഇല്ലാന്ന് പറഞ്ഞിട്ടും ഫ്ലെക്സ് ഇല്ലാന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ആരോ പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. നമ്മുടെ പാർട്ടിക്കാരാണെങ്കിൽ കള്ളപ്പേര് കൊടുക്കേണ്ട കാര്യമില്ല, കള്ള നമ്പർ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ കള്ള നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത്. എനിക്കറിയില്ല, എന്തായാലും ആരെയും ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല ആ കാര്യത്തിൽ. അതുകൊണ്ട് അതും കൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ഭയങ്കര ചെലവിന്റെ ഒരു പ്രശ്നം, അതിനോട് തന്നെ പബ്ലിക് പ്രോപ്പർട്ടി ഡിഫൈസ് ചെയ്യുന്ന ഒരു പ്രശ്നം, പിന്നെ ഈ ഒരു സമൂഹത്തെ ഒരുവിധം എല്ലാവരും, പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ഒപ്പീനിയൻ എന്താ അറിയത്തില്ല, ഒരു വിധത്തിൽ സമൂഹത്തിന്റെ എല്ലാവരും പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചില പ്രവർത്തകർ അത്ര ഹാപ്പി അല്ല. അതുകൊണ്ട് ഇങ്ങനെ പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തുടക്കം മാത്രമാക്കി വെക്കാവുള്ളൂ കേട്ടോ. ഇനിയും പരിപാടികൾ നടത്തണം. ഒരു 3 പരിപാടി കൂടി പ്രൊഫഷണൽസ് ഇവിടെ നടത്തണം. കാരണം പ്രൊഫഷണൽസ് ആയിട്ട് അവിടെ തീരുമാനം എടുത്തിരിക്കുന്നത് ഫ്ലെക്സ് വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് പ്രൊഫഷണൽ കോൺഗ്രസ് ആ കാര്യത്തിൽ കൂടുതൽ പ്രൊഫഷണൽ ആവും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എംഎൽഎയോടെ സൂചിപ്പിച്ചോളെ തന്നെ നമ്മള് ഫ്ലെക്സോ കാര്യങ്ങളോ ഒന്നും എംഎൽഎയുടെ മുഖം വെച്ച് ഒരെണ്ണം പോലും പുതുപ്പള്ളി വെച്ചിട്ടില്ല. എംഎൽഎ ആദ്യമേ പറഞ്ഞു ഫേസിനല്ല ചിഹ്നമാണ് ഇവിടെ വരുന്നത്. പാർട്ടി സോളിഡാരിറ്റിയുടെ ഭാഗമായി നമ്മളിവിടെ കുറെ കളേഴ്സ് വെച്ചിട്ടുണ്ട്. എംഎൽഎക്ക് ഇഷ്ടമുള്ള ഒരു കളർ ചൂസ് ചെയ്ത് അദ്ദേഹത്തിന്റെ തമ്പ് ഇംപ്രഷൻ ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ ചെയ്യുന്നതായിരിക്കും. ചിഹ്നത്തിലാണോ വ്യത്യാസം?
എംഎൽഎക്ക് മറ്റ് 2 കൺവെൻഷനിൽ പോകുന്ന തിരക്കുണ്ട്. എന്നിരുന്നാൽ പോലും വളരെ ക്വിക്കായിട്ട് ഇന്ററാക്ഷനും കൂടെ ഇരിക്കാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രയും വേഗം ഒരു 2 ചോദ്യങ്ങൾ അല്ലെ, നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ പൊതുവെ നമ്മുടെ കേരളത്തിലെ പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഭാവിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള 2 ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരങ്ങളുണ്ട്. അല്ലെങ്കിൽ എംഎൽഎ ആയിട്ട് സംസാരിക്കണം. ചേട്ടാ, നമ്മുടെ ഈ എയ്ഡഡ് സ്കൂളുകളിലെ ടീച്ചർമാരുടെ ഒരു ശമ്പള പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ നിലവിൽ. നിയമസഭയിൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും അത് ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ NSSന് കിട്ടിയ ഒരു വിധി ഇത്രയും നാളും അത് സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. NSSന് കിട്ടിയ വിധി സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കഴിഞ്ഞിടയ്ക്ക് സർക്കാർ വീണ്ടും അത് മറ്റ് മാനേജ്മെന്റുകൾക്കും ഒക്കെ ബാധകമാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. 16,000-ഓളം വരുന്ന അധ്യാപകരുടെ ഒരു പ്രശ്നം അത്. 16,000 വരുന്ന അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ല നിലവിൽ. അപ്പൊ അതിനെതിരെ സമരം നടക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലൊക്കെ സമരം നടക്കുന്നുണ്ട്. മറ്റ് കലോത്സവം നടക്കുന്ന വേദികളിലൊക്കെ സമരം നടന്നു. പക്ഷെ അതിനെ ബാക്കി ഒരു ഫോളോ അപ്പ് പിന്നീട് ഉണ്ടായതായിട്ട് കാണുന്നില്ല. അപ്പൊ അതിന് നിയമസഭയിലോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ വരുവോ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിയമസഭയ്ക്ക് ഈ നിയമസഭയുടെ കാലാവധി കഴിഞ്ഞു. ഈ പുതിയ സർക്കാർ നിങ്ങളുടെ എല്ലാ പ്രശ്നവും പരിഹരിച്ചു. ഇവിടെ നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പോസ്റ്ററും ഫ്ലെക്സും ഇല്ല എന്ന് പറഞ്ഞു. നമ്മുടെ വിദേശ രാജ്യങ്ങൾ പോലും അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷന് പോലും ഇതുപോലെ പബ്ലിസിറ്റി ഇല്ല. അപ്പൊ നാളുകളിൽ നമ്മുടെ പഞ്ചായത്തുകളിലേക്ക് വളരെ പാവപ്പെട്ട ഒരു ജനാധിപത്യത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അവർക്ക് അതിന്റെ ചെലവ് ഈ പോസ്റ്ററും അതിന് സർക്കാർ ലെവലിലേക്ക് നമ്മുടെ ആ സംവിധാനം മാറ്റിയെടുക്കാനുള്ള ഒരു തുടക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേരളം മൊത്തമാക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവിലേക്ക് തുടക്കം കുറിക്കണമെന്നാണ് അതിലുള്ള അഭിപ്രായം. എല്ലായിടത്തും ഇത് പ്രാക്ടിക്കൽ ആണോ ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെയും അത്ര പ്രാക്ടിക്കൽ നമ്മുടെ പ്രവർത്തകരൊന്നും ഇക്കാര്യത്തിൽ എഗ്രിയബിൾ അല്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ എടുത്തൊരു തീരുമാനം വെച്ചാൽ, ഒന്ന് യുദ്ധത്തിന്റെ സാഹചര്യം, റെസ്റ്റോറൻറ്റ്സ് അടയ്ക്കുന്നു, LPG ഇല്ല, പെട്രോൾ ഇല്ല, പമ്പ്സ് അടയ്ക്കുന്നു. അങ്ങനെ ലോകം വറുതിയിലായിരിക്കും. നമ്മുടെ സഹോദരൻ ഗൾഫില് പ്രശ്നമായിരിക്കുന്നു. അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് നമുക്കിവിടെ വലിയ ദൂരത്തിന്റെ ഒരു എലക്ഷൻ സാധ്യമല്ല. വലിയ ഒരു ചെലവിന്റെ ഒരു എലക്ഷൻ സാധ്യമല്ല. വലിയൊരു ചെലവ് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതൊരു പരിസ്ഥിതിക്ക് അനുകൂലമല്ലാത്തൊരു സാധനം കൂടിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയമില്ല. അതുകൊണ്ട് പിന്നെ ഞാന് 48 വീട് ഇതുവരെ വെച്ചിട്ടുണ്ട്. ഇന്ന് ആരൊക്കെയോ അതിനകത്ത് സംശയം പറഞ്ഞത് ആരാന്ന് എനിക്കറിയത്തില്ല. ആരോ ഒരാൾ സംശയം പറഞ്ഞത് പറയുന്നു മാധ്യമങ്ങളെടുത്ത്. ഞാൻ എന്തിനാ പുള്ളിക്ക് പബ്ലിസിറ്റി ഞാൻ കൊടുക്കുന്നത്? ആരോ ഒരാള് ഇങ്ങനെ സംശയം പറയുന്നു 2 വീട് കൊടുത്തെന്നോ. അത് ഞാൻ എനിക്ക് ഒന്നും മറുപടി പറയാനില്ല. അവരൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. പുതുപ്പള്ളിയിൽ ഇല്ലാത്തവർക്ക് ഈ സംശയം. പുതുപ്പള്ളിക്ക് പുറത്തായിരിക്കും പ്രവർത്തന മേഖല. ഇവരൊന്നും ഇവിടെ ഒന്നും പ്രവർത്തിച്ചിട്ടുമില്ല. പുതുപ്പള്ളിയെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത വ്യക്തിക്കാണ് ഈ 48 വീടുണ്ടോ എന്നുള്ള സംശയമുള്ളത്. ആരാ ഞാൻ പറയുന്നില്ല, മനസ്സിലാക്കി കാണും. അതുകൊണ്ട് ഇവിടെ പ്രവർത്തന മേഖലയുള്ളവർക്ക് എല്ലാം അറിയാം എന്താണ് MLA നിലയ്ക്ക് ഞാനിപ്പോ ചെയ്തിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഈ 48 വീടിന് ശേഷം അടുത്ത 25 വീടിന്റെ കല്ല് ഇട്ട് കഴിഞ്ഞിരുന്നു. അവസാന ദിവസമാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. തൊട്ടു മുമ്പാണ് കല്ലിട്ടത്. അതുകൊണ്ട് ആ ഒരു കാര്യം നമുക്കിനി പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ വലിയ ചെലവ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ഇലക്ഷൻ ഫണ്ട് ഒരു ക്രൗഡ് ഫണ്ട് ആക്കി മാറ്റണമെന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷെ ഞാൻ അതിലോട്ട് പോയിട്ടില്ല. എന്റെ മനസ്സിങ്ങനെ വേണോ വേണ്ടേ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുക. അപ്പം അതും കൂടെ ഒരു ആലോചനയുണ്ട്. കാരണം എനിക്ക് കിട്ടുന്ന ഫണ്ടില് എന്റെ ചെലവിനപ്പുറം വരുന്നതെല്ലാം ഇതേപോലത്തെ ഈ വീടിന്റെ പ്രവർത്തനത്തിനായി മാറ്റി വെക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. എങ്കിൽ പോലും എന്ത് ലാഭിക്കാൻ പറ്റുമോ അതെല്ലാം. കാരണം കഴിഞ്ഞ 48 വീടിന്റെ എക്സ്പീരിയൻസ് എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു.
നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഫണ്ട് റേസ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനോട് ചേർന്ന് തന്നെ ഞാൻ ഈ ഒരു എന്റെ പ്രൊജക്ഷൻ ഒഴിവാക്കി, എന്റെ പ്രൊജക്ഷനെ കാട്ടി പാർട്ടിയുടെ പ്രൊജക്ഷൻ ആയിക്കോട്ടെ, കൊടി ആയിക്കോട്ടെ, ചിഹ്നമായിക്കോട്ടെ, അനാവശ്യമായ ഫ്ലെക്സും പോസ്റ്ററും ബാനറും ഒഴിവാക്കുക എന്നുള്ളത് എന്റെ വ്യക്തിപരമായ കൂടി തീരുമാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതുപ്പള്ളിയുടെ മനസ്സിലാണ് ഞങ്ങളുടെ സ്ഥാനം, അല്ലാതെ ഫ്ലെക്സിലും പോസ്റ്ററിനും അല്ല എന്നുള്ളതാണ് എന്റെ ഉറച്ച വിശ്വാസം ഇക്കാര്യത്തിൽ. എന്റെ ഒരു ചോദ്യം, അടുത്ത 5 വർഷം എന്തായാലും UDF സർക്കാരാണ് വരുന്നത് എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. അടുത്ത 5 വർഷത്തിൽ UDF സർക്കാരിന് കീഴിൽ ഇവിടെ പുതുപ്പള്ളിയിൽ അങ്ങ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രീം പ്രൊജക്ട് എന്താണ്? ഞാൻ MLA ആയപ്പോൾ തൊട്ട് എന്റെ ഒരു ഡ്രീമാണ് പുതുപ്പള്ളി 2 കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ഒന്ന് സ്പോർട്സ്. ഞങ്ങൾക്ക് ഹരിച്ചേട്ടൻ എന്ന് പറഞ്ഞ ആള് 50 സെന്റ് തന്നു. അവിടെ ഒരു ഫാമിലി ട്രസ്റ്റ് ഞങ്ങൾക്ക് ഒരു ടർഫ് പണിഞ്ഞു വന്നു. മൊത്തം ഒരു 1 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. പക്ഷെ ഞങ്ങൾക്ക് 1 രൂപ പോലും ചെലവില്ല. അവിടെ ഞാൻ കുട്ടികൾക്ക് ഫ്രീ ആക്കി കളിക്കാൻ അവസരം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഒരു വശത്ത് നിൽക്കുകയാണ്. മറുവശത്ത് അപ്പൊ സ്പോർട്സ് ഒരു ഹബ്ബാക്കി, പ്രത്യേകിച്ച് പാമ്പാടിയെ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇന്റർനാഷണൽ നാഷണൽ സ്റ്റേഡിയം കൊണ്ടുവരിക, അതിനെ ഒരു സ്പോർട്ടിംഗ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ള വലിയൊരു ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതിനോട് ചേർന്നാണ് എനിക്കൊരു എന്താ പറയാ റിലീജിയസ് ടൂറിസം. ഞങ്ങളുടെ വെണ്ണിമല ക്ഷേത്രം, ചക്കാല ഗോവിന്ദമാരാർ എന്ന് പറഞ്ഞ ആളെ പുതുപ്പള്ളിക്കാരും അധികം കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ പുതുപ്പള്ളി ഫെസ്റ്റിൽ എല്ലാവരും കേട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു ഈ നഗർ അറിയപ്പെട്ടത്. എന്നോട് പറഞ്ഞു ഇതാരാന്ന് ചോദിച്ചു. അപ്പം പുതുപ്പള്ളിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആദ്യത്തെ പുത്രനാണ്. പക്ഷെ പുതുപ്പള്ളിക്കാർക്ക് പോലും അറിയുകയില്ല. അപ്പൊ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ജീവിച്ച സ്ഥലമാണ് ഈ വെണ്ണിമല ക്ഷേത്രത്തിന്റെ പ്രദേശം. അവിടെ 1200 വർഷത്തെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലവും അതുപോലെ തന്നെ പുതുപ്പള്ളി പള്ളിയുണ്ട്, മടറാട് പള്ളിയുണ്ട്, മടറാട് ദേവീക്ഷേത്രമുണ്ട്, പാമ്പാടി ദേരയുണ്ട്. അപ്പൊ ഒരു സ്പിരിച്വൽ ടൂറിസത്തിന്റെ ഒരു സ്ഥലമാക്കി മാറ്റുക. ഒരു വശത്ത് സ്പോർട്സും മറുവശത്ത് ടൂറിസം, സ്പിരിച്വൽ ടൂറിസം എന്നുള്ള ഒരു ആസ്പെക്റ്റൂടെ കൊണ്ടുവന്ന് പുതുപ്പള്ളി ഒരു സ്പോർട്ടിംഗ് കം സ്പിരിച്വൽ ഹബ്ബാക്കി മാറ്റുക. അതിനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. ഇപ്പൊ കപില ഗുഹ എന്ന് പറഞ്ഞപ്പോൾ അവിടെ 3000 വർഷത്തിന്റെ പഴക്കമാണ് ഇത്. അപ്പൊ നമ്മുടെ ഹിസ്റ്ററിയും നമ്മുടെ ട്രഡീഷനും നമ്മൾ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ ആരും പ്രൊട്ടക്ട് ചെയ്തില്ല. നമ്മൾ ഇവിടെ ഞാൻ എപ്പോഴും കണ്ടുള്ള കാര്യം, ഏതെങ്കിലും പള്ളി ഉണ്ടെങ്കിൽ ഫസ്റ്റ് ആ പള്ളി ഇടിച്ചു പൊളിച്ച് പുതിയ പള്ളി പണിയാ. ട്രഡീഷൻ വാല്യൂ ചെയ്യുന്നില്ല. ട്രഡീഷൻ ഒരു വിലയില്ല. പക്ഷെ നമ്മൾ യൂറോപ്പിൽ പോയാൽ ആ ട്രഡീഷനെ അവർ പൊന്നുപോലെ കാത്തു സംരക്ഷിക്കുന്നത് മാത്രമല്ല അത് വിറ്റ് കാശാക്കും. വിറ്റ് കാശാക്കുന്നതെല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും അവിടുത്തെ ആൾക്കാർക്ക് വരുമാന മാർഗമാണ്. നമ്മൾ ആ ഹിസ്റ്ററിയും ട്രഡീഷനെ മറന്നുകൊണ്ട് പുതിയ കാര്യങ്ങൾക്കായി പോകുമ്പോൾ നമുക്ക് നമ്മുടെ വരുമാനവും ഇല്ല, നമ്മുടെ ട്രഡീഷൻ പോവുകയും ചെയ്യും, നമ്മുടെ കുട്ടികൾക്കൊന്നും അറിയില്ല. അപ്പൊ നമ്മുടെ കുട്ടികൾ മൊത്തം ഇത് ഏറ്റവും വലിയ സമ്പത്ത് എന്താ, അമേരിക്കയിൽ പോയി കാശുണ്ടാക്കുക അല്ലെങ്കിൽ വിദേശത്ത് പോയി ഉണ്ടാക്കുക. ഇവിടെയുള്ളൊരു വലിയൊരു സ്പിരിച്വൽ ട്രഡീഷണൽ വാല്യൂ സിസ്റ്റം അത് നമ്മൾ നശിപ്പിക്കുകയാണ്, അത് നമ്മൾ മറന്നു പോവുകയാണ്. അപ്പൊ ഈ വാല്യൂ സിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ കൾച്ചറും നമ്മുടെ ഹെറിറ്റേജും, അത് ലോകത്തൊരിടത്തും ഇല്ലാത്തൊരു കൾച്ചറും ഹെറിറ്റേജുമാണ്. ആ കൾച്ചറും ഹെറിറ്റേജും പ്രൊട്ടക്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു ജനത എന്ന നിലയിൽ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയാണ്, നമ്മുടെ കൾച്ചറാണ്, നമ്മുടെ പാസ്റ്റാണ്. നമ്മുടെ പാസ്റ്റാണ് നമ്മളെ ഷേപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ പാസ്റ്റാണ്. അതുകൊണ്ട് നമ്മുടെ ഐഡന്റിറ്റിയും നമ്മുടെ കൾച്ചറിനെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ് ഈ ഒരു പ്രൊപ്പോസൽ എന്ന് ഞാൻ പറയും. നമ്മുടെ നാട് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് യുവതലമുറ. പ്രത്യേകിച്ച് +2 കഴിഞ്ഞാൽ കുട്ടികൾ നാട് വിട്ടു പോകുന്നുണ്ട്. നമ്മളിപ്പോ ഇപ്രാവശ്യം RIT നമ്മൾ തിരിച്ചു പിടിച്ചപ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ RIT പോലുള്ള അപൂർവം കോളേജുകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ടീച്ചറൊക്കെ ഇപ്പം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് എന്താണ് ഈ UDFന്റെ ഒരു സർക്കാർ വന്നാൽ പ്രത്യേകിച്ച് +2 കഴിഞ്ഞുള്ള തലമുറയെ നമുക്ക് ഇവിടെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനം, പ്രത്യേകിച്ച് കോളേജുകളിലൊക്കെയുള്ള കോഴ്സുകൾ റീസ്ട്രക്ചർ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്താ ചെയ്യാൻ? തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതിപക്ഷ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമാണ്. നമുക്ക് അവന്യൂസ് ഓപ്പൺ ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി ഡൽഹിയിൽ ഏറ്റവും സോർട്ട് ആഫ്റ്റർ സബ്ജക്റ്റാണ്. എക്കണോമിക്സ് ഡൽഹിയിൽ ഏറ്റവും സോർട്ട് ആഫ്റ്റർ സബ്ജക്റ്റാണ്. സെന്റ് സ്റ്റീവൻസ് കോളേജിൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇടിയ. ഇവിടെ തിരിച്ചാ, ഇവിടെ എക്കണോമിക്സിന് ഒരു വിലയില്ല. ഞാൻ ഈ കാലത്ത് പഠിക്കുമ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഏതോ ഒന്നും കിട്ടാത്ത, ഞാൻ എക്കണോമിക്സാണ് പഠിച്ചത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഏറ്റവും വലിയ പോരായ്മയാണ് ഇത്. ജനകീയമല്ലാത്ത ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്ത രീതിയിലുള്ള നമുക്ക് എന്തായാലും വേണ്ട രീതിയിൽ ഞാൻ ഐസാഡി കോളേജിൽ പഠിച്ചാണ് ഇവിടെ. ഇപ്പൊ അവിടെ BSc കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള കോഴ്സുകളുടെ പ്രശ്നം. ഇപ്പൊ BTech ഒരുപാട് വന്നുകൊണ്ട് കോമ്പറ്റീഷൻ കൂടി. അപ്പൊ അവിടെ ഒന്ന് നമുക്ക് കോഴ്സസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്, 2 അവിടെ ടിങ്കർ സ്പേസ് പോലെ പിള്ളേർക്ക് ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പഠിക്കാനുള്ള ഒരു സ്പേസ്.
ലൈക്ക് ഹാക്കർ സ്പേസ് എന്നൊക്കെ പറയും വേളിയിലെ കളക്ഷൻ. നമുക്കിപ്പോ അവിടെ ഓരോ നമുക്കത് UDF സർക്കാർ വന്നാൽ ഫസ്റ്റ് ഒരു കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് വിഷയം. ലാസ്റ്റ് വിഷയം അതായത് പ്രൊഫഷണൽസുമായ അങ്ങനെ ഒരു അഭിഭാഷകനായിട്ടുള്ളതാണ്. ഞാനൊരു അഭിഭാഷകനാണ്. അഭിഭാഷക മേഖലയിൽ ഇന്ന് ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണ്. പ്രധാന കാരണം കഴിഞ്ഞ LDF ഗവൺമെന്റ് 2 തവണയായിട്ട് കോടതികളിലെ കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ചു. 5 രൂപ കോർട്ട് ഫീസ് ആയിരുന്നിടത്ത് ഇന്ന് 30 രൂപ കോർട്ട് ഫീസ് അടയ്ക്കേണ്ട അവസ്ഥയാണുള്ളത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ പരമോന്നതമായ പാർലമെന്റിലേക്ക് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ 30,000 രൂപ അടച്ചാൽ മതി. പക്ഷേ ബാർ കൗൺസിലിലേക്ക് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ 1,25,000 രൂപ തിരിച്ചു കിട്ടാത്ത, അതായത് തോറ്റു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത തരത്തിലേക്ക് ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ കോടതിയിലെ ഫീസ് വർധനയ്ക്കെതിരെയും അതുപോലെ തന്നെ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന മുഴുവൻ വർധനയ്ക്കെതിരെയും എന്തായിരിക്കും UDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ എടുക്കുന്ന തീരുമാനം? എനിക്കതങ്ങനെ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് നമ്മുടെ ഒരു ഗവൺമെന്റ് വരുമ്പോൾ മാത്രമേ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല കോടതിയുടെ കൂടി പ്രിവ്യൂലുള്ളതല്ലേ. അല്ല, അത് നിലവിൽ 5 രൂപ ഫീസ് കൊടുത്തിരുന്നത് 5 രൂപ കോർട്ട് ഫീസ് അവർ അവധിക്കപേക്ഷ കൊടുത്തിരുന്നത് കഴിഞ്ഞ 2 തവണയായിട്ട് LDF ഗവൺമെന്റ് വർദ്ധിപ്പിച്ചതാണ്. ബാർ കൗൺസിലാണോ സർക്കാരാണോ? അല്ല, സർക്കാർ വർദ്ധിപ്പിച്ചതാണ് കോർട്ട് ഫീസ്. അതായത് ഒരു പ്രതിക്ക് വേണ്ടി ഒരു അവധിക്കപേക്ഷ കൊടുക്കുന്നു, 5 രൂപയുടെ കോർട്ട് ഫീസ് കൊടുത്താൽ മതിയായിരുന്നു. ഇന്നത് 30 രൂപ കൊടുക്കണം. 30 രൂപ കൊടുക്കണം. അതായത് സാധാരണ 5 രൂപ എന്നുള്ളത് നമ്മൾ ഇരട്ടി ആയിക്കോട്ടെ, 2 ഇരട്ടി ആയിക്കോട്ടെ, 5 എന്നുള്ളത് 15 ആക്കിക്കോട്ടെ. അടുത്ത ഗവൺമെന്റിൽ വെക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഓരോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അഭ്യർത്ഥനയാണ്. ഞാൻ വരുന്നത് വെള്ളൂർ എന്ന ഗ്രാമത്തിലാണ്. സാറിന് അറിയാം, പാമ്പാടിയല്ല, വൈക്കം വെള്ളൂർ, തലോർപ്പറമ്പ് വെള്ളൂരാണ്. ഇവിടെ നമ്മൾ തൊഴിലില്ലായ്മയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഒരു KPPL എന്നുള്ള ഒരു സ്ഥാപനം സാറിന് വളരെ അടുത്തറിയാം. സാറിന്റെ അപ്പ ഉണ്ടായിരുന്ന കാലത്ത് അത് വിൽക്കാൻ പോയപ്പോ ആദ്യത്തെ മീറ്റിംഗ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ BJP അത് വിൽക്കൂല. അതന്ന് നടന്നില്ല. സാർ അത് തിരിച്ചു പിടിച്ചു. അവിടെ 5,000 പേർക്ക് സ്ഥിരജോലി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ന്യൂസ് പ്രിന്റിന്റെ കാര്യമാണ്. ഇന്ന് KPPL വന്നേ പിന്നെ ന്യൂസ് പ്രിന്റ് ആയിരുന്നപ്പോൾ ഒരു ദിവസം അടച്ചിട്ട പത്രത്തിൽ വാർത്ത വരും. ഇന്ന് അതിന്റെ അവസ്ഥ തിരിച്ചാ. ഒരു ദിവസം കേരള സർക്കാർ UDF വരും, അത് അതിലൊരു തീരുമാനം അത് ശരിയാക്കിയിരിക്കും. ഞാനവിടെ യൂണിയൻ തൊഴിലാളി പ്രസിഡന്റ് ആയിരുന്ന ആളാ. കൂടി അത് ശരിയാക്കി. TV ജോസഫ് അങ്കിള് എന്റെ അങ്കിളാണ്. TV ജോസഫ് എന്റെ അങ്കിളാണ്. എല്ലാവരും ഒന്ന് ജസ്റ്റ് കിടന്നു വരണം. ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെഷൻ ഇവിടെ കഴിഞ്ഞിട്ട് പോകാം. പെട്ടെന്ന് എല്ലാവരും നമ്മളിലേക്ക് പെട്ടെന്ന് പോകേണ്ടതാണ്.